നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖത്തിൽ പ്രതികരിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ്. മുഖ്യമന്ത്രി പിണറായി വിജയന് PR ഏജൻസിയുടെ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി മലപ്പുറത്തെ അപമാനിച്ചിട്ടില്ലെന്നും മന്ത്രി റിയാസ് പറഞ്ഞു. ഒരു അഭിമുഖം നൽകാൻ മുഖ്യമന്ത്രിക്ക് PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു. ഇപ്പോൾ നടക്കുന്നത് തെറ്റായ പ്രചരണമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുകയാണെന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അല്ല, അത് വ്യക്തമായി കഴിഞ്ഞ കാര്യമില്ലേ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഏതെങ്കിലും ഒരു PR ഏജൻസിയുടെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് തന്നെ ആലോചിക്കാവുന്ന കാര്യമില്ലേ. PR ഏജൻസിയുടെ ആവശ്യമില്ലല്ലോ. കേരളത്തിലെ ദേശീയ മാധ്യമങ്ങളായാലും മറ്റു മാധ്യമങ്ങളായാലും മുഖ്യമന്ത്രിയുടെ അഭിമുഖം താല്പര്യത്തോടു കൂടി സ്വീകരിക്കുന്നവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ പ്രസ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കിയൊരു കാര്യം, പലരും അഭിമുഖത്തിന് ഇങ്ങോട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടും മുഖ്യമന്ത്രി സമയക്കുറവ് മൂലം കൊടുക്കാത്ത ഒരുപാട് നമ്പറുകൾ അഭിമുഖം പെൻഡിംഗ് ആണെന്ന് പറയും. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകാൻ ഒരു PR ഏജൻസിയുടെ ആവശ്യം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ അതിലിപ്പോ നമ്മൾ ഹിന്ദു നുണ പറഞ്ഞു അല്ല, അതല്ല ഞാൻ പറയുന്നത്. അതിന്റെ മറ്റു കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിലെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ ഈ നേരത്ത് എന്തായിരുന്നു നിങ്ങളുടെ പ്രധാനപ്പെട്ട ചർച്ച? മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി അപമാനിച്ചു. അതൊരു പ്രത്യേക മതവിഭാഗത്തെ അപമാനിക്കലാണ്. ഇതായിരുന്നു ഇന്നലെ ഇറങ്ങിയ റീല്, ഇന്നലത്തെ CD അതായിരുന്നു. അത് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു പ്രത്യേക കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. UDFന്റെ സ്ലീപ്പിംഗ് പാർട്ണർ പോലെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ച കാര്യം. അപ്പോ മലപ്പുറം ജില്ല രൂപം കൊണ്ടത് എങ്ങനെയാണെന്ന് ഇന്നലെ ചൂണ്ടിക്കാട്ടി. ഞാൻ ആവർത്തിക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി അത്തരം വിഷയങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ്. അതിന്റെ ഭാഗമായി BJP RSS കേന്ദ്രങ്ങളിൽ വലിയ അറ്റാക്ക് സഖാവ് പിണറായി വിജയൻ നേരിട്ടു. സഖാവിന്റെ തലക്ക് വരെ ഇനാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ബോധപൂർവം എന്തിന് ഇങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞാണ്. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറയാത്ത കാര്യം കൊടുത്തു എന്ന് പറയുന്നു. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മുഖ്യമന്ത്രി ഇന്നലെ കോഴിക്കോട്ട് ഒരു പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. നിങ്ങൾ എത്ര പേർ രാവിലെ മുതൽ രാത്രി വരെ മലപ്പുറം ജില്ലയെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളെയും അപമാനിച്ച വളരെ മോശപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് നൽകിയ വാർത്തയെ തിരുത്താൻ തയ്യാറായി? കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.